ഹലോ ഹായ്. നമ്മളങ്ങനെ ഊട്ടി എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിലേക്ക് പോകുന്നതിന് പകരം അവിടെ ഒരു റോഡ് പണി നടക്കണോണ്ട് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ റൂട്ടിൽ വിട്ട് നമ്മൾ എത്തിയത് കറക്റ്റ് ഫുള്ള് കൃഷി നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം, പക്ഷേ നമ്മളിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയതാണ്. ഫുള്ളായിട്ട് എവിടെ നോക്കിയാലും കൃഷി, ചില ഭാഗങ്ങളിൽ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണൊക്കെ ഒരുക്കി സെറ്റാക്കി മണ്ണൊക്കെ അങ്ങനെ കിളച്ച് മറിച്ചിട്ട് ഇവിടെ കൂടുതലും ഈ പശുവിൻ്റെയും അതുപോലെ കുതിരയുടെ ഒക്കെ കാഷ്ടം വെച്ചിട്ടാണ് മണ്ണൊക്കെ സെറ്റ് ചെയ്യണത് അവർ. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു വിളവെടുപ്പ് നടക്കുന്നുണ്ട്, ക്യാരറ്റിൻ്റെയും റാഡിഷിൻ്റെ ഒക്കെ. അത് കാണാൻ വേണ്ടിയിട്ട് വല്ല കയറിയത്. അപ്പോൾ അവർ വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു കോണിയുണ്ട്, അതിലൂടെ കയറി വന്നോന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി. ആദ്യമായിട്ടാണ് ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ലൈവ് പറിച്ച് ചാക്കിലാക്കണമൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് പോയി. താങ്ക് യു. നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ കുറച്ച് ക്യാരറ്റ് പറിച്ചിട്ട് നമുക്ക് തന്നു. അപ്പോൾ അതിൻ്റെ വേറൊരാൾ ആ ചേച്ചിയോട് പറയാണ്, ഇതിൻ്റെ പൈസ നിൻ്റെ കൂലിന്ന് ഞാൻ പിടിക്കുമെന്ന്. തമാശക്ക് പറഞ്ഞാണ്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ മെമിനിയും പെപ്പിനെയാണ്. എൻ്റെ അടുത്ത ഊട്ടി ട്രിപ്പ് എന്തായാലും അവരായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ പോയിരിക്കും. ക്യാരറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഇത് മൊത്തം സവോള കൃഷിയാണ്. അത് വിളവെടുക്കാനായില്ല, ഒരു 2 ആഴ്ചയും കൂടി കഴിയണം അത് വിളവെടുക്കാനായിട്ട് എന്നാണ് അവർ പറയണത്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വഴി തെറ്റി വന്നതാണ്, എന്നാൽ പോലും നമുക്കിതൊക്കെ കാണാനായി. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിൽ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ കൃഷിയുണ്ട്, അതുപോലെ തന്നെ റാഡിഷിൻ്റെ കൃഷിയുണ്ട്. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈം കാണാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മൾ കുറേ ഊട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് റാഡിഷാണ്, പക്ഷേ ഈ കൃഷി നന്നായില്ല എന്ന് പറയുന്നുണ്ട് അവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര സക്സസ് ആയില്ല, വല്ലാണ്ട് ഉണ്ടായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചിലത് മാത്രമേ നന്നായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചിലതൊന്നും അത്ര അങ്ങോട്ട് കായകളുണ്ടായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉണ്ടായുള്ളത്. കോളിഫ്ലവറും കേബേജും കൃഷി ചെയ്യാൻ, ബ്രൊക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണ്ണ് ഒരുക്കിയിട്ടുള്ളതാണിത്. മണ്ണ് അടിപൊളി മണ്ണാണ്. മണ്ണ് നന്നായി ഇളക്കിയിട്ടിട്ട് അതിൽ കുതിരയുടെ കാഷ്ടം, അതുപോലെ പശുവിൻ്റെ ചാണകം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് മണ്ണ് ഒരുക്കി സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ വിത്ത് ഇവർ വേറെ മുളപ്പിച്ച് കുറച്ച് നമ്മൾ പറിച്ച് നടാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇത്ര ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ അവർ നട്ടു വെക്കും. അതുകൊണ്ടാണ് ഇത് ഈ ഓരോ കൃഷികളും കറക്റ്റ് ലൈനിലും നല്ല ഭംഗിയിലും ഇരിക്കുന്നത്. ನಿನ್ನ ಕೊಡ್ತಾನ அண்ணா வெட்டிட்டாங்க விடுனாக்க அதெல்லாம் 1 2 இருந்தால் பின்னால் பார்த்துக்கலாம். விட்டுரு, அதெல்லாம் விடு விடு.
அதான் நச்சு அது இன்னொரு 4 நாள் எல்லா பக்கமும் பிடிச்சி போட்டாங்க. அடுத்து கழிச்சு விட்டு வந்தேன். இவரு அது கொஞ்சம் மீடியமாக இருந்துச்சுன்னா 4 நாள் கடைசி போகல இது ஆயிரும். எல்லாம் பிடிச்சி போட்டாங்க. கடைசி போகல இதாயிரும். சரி மீடியம் விட்டுருக்கு இன்னொரு ஆள் கூட வந்தீங்கன்னா நல்லாயிருக்கும். சரி வா நீ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല, നമുക്ക് എവിടെയും പോകാനും പറ്റില്ല. അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു.